പൂജ, പൂജ. എല്ലാരും പോയോ ആദി? എല്ലാരും പോയി. താൻ വാ. വാടോ. സമാധാനത്തോടെ തനിക്ക് ശുദ്ധമായി ശ്വസിക്കാൻ വേണ്ടി ദൈവം ഉണ്ടാക്കി തന്നൊരു അവസരമാണിത്. അടിച്ചു പൊളിക്കണം. എന്താ പൂജ? അതെന്താ ഈ പറയുന്നത്? അടിച്ചു പൊളിക്കാൻ പറ്റിയ മാനസികാവസ്ഥയാണോ എനിക്ക്? പൂജ, മാനസികാവസ്ഥയൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ. താൻ വന്നേ. ആദ്യം നമുക്ക് എന്തെങ്കിലും കഴിക്കാം. നല്ല വിശപ്പുണ്ട്. എനിക്ക് വിശപ്പില്ലാതെ. അതൊക്കെ ചുമ്മാ തോന്നാന്നേ. കഴിച്ചു തുടങ്ങുമ്പോ വിശപ്പൊക്കെ താനേ വന്നോളൂ. താൻ വന്നേ. ഫ്രിഡ്ജിൽ ചോറും കറിയൊക്കെ ഇരിപ്പുണ്ട്. പക്ഷേ നമുക്കത് വേണ്ട. പകരം നല്ല ഒന്നാം തരം വെജ് സാൻഡ്വിച്ച് ഞാൻ തനിക്ക് ഉണ്ടാക്കി തരാം. അതിന് ആദ്യമൊക്കെ കുക്കിംഗ് ഒക്കെ അറിയോ? എല്ലാം ഒന്നും അറിയില്ല. പക്ഷേ ഡൽഹി പോയി പഠിക്കാനായിട്ട് പ്ലാൻ ചെയ്തപ്പോൾ അത്യാവശ്യം ചില പൊടിക്കൈകളൊക്കെ ഗോമതി ചേച്ചി എനിക്ക് പറഞ്ഞു തന്നു. ഈ ചായ, കോഫി, ബുർജി, സാൻഡ്വിച്ച്, അങ്ങനെ ചിലതൊക്കെ. ഏതായാലും ആ പ്ലാനിങ് കൊണ്ട് ഇങ്ങനൊരു ഉപകാരം ഉണ്ടായല്ലോ. അപ്പൊ ഇനി ഡൽഹിക്ക് പോകുന്നില്ലേ? വരട്ടെ, അതൊക്കെ പിന്നത്തെ കാര്യമല്ലേ. ആദി, എന്താ ആദി, എനിക്ക് വേണ്ടിയാണോ അത് വേണ്ടെന്ന് വെച്ചത്? ഏയ്, അതൊന്നുമല്ല. എനിക്ക് ഈ നാട് വിട്ടൊന്നും പോകാൻ പറ്റില്ലടോ. ഇവിടുത്തെ കാറ്റ്, ഈ മണം, പിന്നെ എൻ്റെ മുത്തശ്ശിയുടെയും ഈ ചെമ്പശ്ശേരിയുടെയും സ്നേഹം, എൻ്റെ ആമി ചേച്ചി, ദത്തനളിയൻ, ഗോമതി ചേച്ചി, പിന്നെ എൻ്റെ മുത്തശ്ശിയും. ഈ ലോകമൊന്നും വിട്ട് ആദിക്ക് മാറിയിക്കാൻ പറ്റില്ലടോ. എങ്ങനെയുണ്ട്? നല്ല മണമൊക്കെ വരുന്നില്ലേ? താൻ കഴിക്ക്. ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു. ആത്മാവിനുള്ളിൽ ഈറൻ തൂമഞ്ഞായി തോരാതെ പെയ്തു നീയേ. പൂവാടി തേടി പറന്നു നടന്ന ശലഭമായി നിൻ കാൽപ്പാടു തേടി അലഞ്ഞു ഞാൻ. ആരാരും കാണാ മനസ്സിൻ ചിറകിലൊളിച്ച മോഹം പൊൻപീലിയായി വളർന്നീതാ. മഴ പോലെ എന്നിൽ പൊഴിയുന്നു, നേർത്ത വെയിലായി വന്നു മിഴിയിൽ തൊടുന്നു പതിവായി. പൂജ,